ഭാര്യയെ തല്ലാൻ പറ്റുന്ന 5 അവസരങ്ങളിൽ ഒന്നാമത്തെ അവസരം രാത്രിയിൽ കിടപ്പറയിൽ ഭർത്താവുമായി സഹകരിക്കാത്ത ഭാര്യ. എന്റെ പ്രിയമുള്ളവരെ, സഹകരിക്കാത്ത ഭാര്യ അവളെ തല്ലുന്നതിൽ കുഴപ്പമില്ല എന്ന. 2, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ പുറത്തു പോവാ. കാക്ക പറഞ്ഞു നീ പോണ്ട. ഇല്ല, ഞാൻ പോകും. പോയിട്ട് വരുമ്പോ ഒരു മടക്കം കൊണ്ട് നിന്നു. ഭർത്താവ് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. പരസ്യമായി സ്ത്രീകളെ അടിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഇയാൾക്കെതിരെയൊന്നും നിയമ നടപടി എടുക്കാൻ ഇവിടെ യാതൊരു സംവിധാനങ്ങളും ഇല്ലേ? ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് എത്ര ആളുകൾ സ്ത്രീകളെ അടിക്കുമെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഇദ്ദേഹം ആരാണ് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇദ്ദേഹം ഒരു മുസ്ലിമാണോ? മുസ്ലിമായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം പരിശുദ്ധമായ ദീനിനെക്കുറിച്ച് പറയുന്ന ഓരോ വാക്കുകൾ കേട്ടാനുണ്ടല്ലോ, വല്ലാതെ ഞെട്ടിപ്പോകും. ഒരു മുസ്ലിമായ ഉമ്മക്ക് ജനിച്ച ഒരാൾ അല്ലേ, ഉസ്താദിൻ്റെ പരിപൂർണമായ പ്രഭാഷണം, അതിൻ്റെ തലയും വാളും ഒന്നും കേൾക്കാതെ ഒരല്പം കേട്ട് അതിനെക്കുറിച്ച് വീട് ചെയ്യുന്നതാണ്. പരിശുദ്ധമായ ദീൻ ഭാര്യമാരെക്കുറിച്ച് എന്താ പറഞ്ഞത്? സിറാജുദ്ദീൻ കാസിം ഉസ്താദ് തന്നെ ഭാര്യമാരെക്കുറിച്ച് പറഞ്ഞ, അതിൻ്റെ ശേഷം പറഞ്ഞ പ്രഭാഷണമുണ്ട്, അതും കേൾക്കുക. അപ്പോഴാണ് കൃത്യമായി മനസ്സിലാകുന്നത്. ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി അല്ലേ ഭാര്യമാരെക്കുറിച്ചൊക്കെ ഖുർആൻ പറയുന്ന അങ്ങനെയാണ്, ആശിറുഹുന്ന ബിൽ മാറൂഫ്, അവരോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന്. അവരോട് നല്ല രീതിയിലാണ് വർത്തിക്കേണ്ടത്. അവരുടെ എല്ലാ കാര്യങ്ങളും, അവരോട് സംസാരിക്കുമ്പോൾ അത് സ്നേഹത്തോടു കൂടിയാകണം. അവർക്കുള്ള ഭക്ഷണം, വസ്ത്രം, എല്ലാം അതൊരു പുരുഷൻ വളരെ സ്നേഹത്തോടു കൂടി ഏറ്റെടുക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മുത്തായ റസൂൽ പറയുന്നു, ഖൈറുക്കും ലി അഹ്ലി, അല്ലേ, നിങ്ങൾ ഏറ്റവും ഉത്തമന്മാരാരാണ്? ഭാര്യമാരോട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവനും പെരുമാറുന്നവനാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭാര്യമാരോട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവനാണ്. അല്ലാഹുവിൻ്റെ റസൂലിന് അത്ര ഭാര്യമാരുണ്ടായിട്ട് ഒരാളോട് പോലും റസൂൽക്ക് വെറുപ്പില്ലല്ലോ. എല്ലാവർക്കും മുത്തായ റസൂലിനോട് വലിയ സ്നേഹമാണ്. അവരോട് പെരുമാറിയ രീതി അങ്ങനെയായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈമാൻ പരിപൂർണമാകണമെങ്കിൽ അത് ഭാര്യ അല്ലേ, നാളെ പരലോകത്ത് രക്ഷപ്പെടുന്ന ഭാര്യയുടെ സർട്ടിഫിക്കറ്റ്, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഭാര്യയെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. ഈ ഖിയാറുക്കും, നിങ്ങൾ ഏറ്റവും നല്ലവൻ ആരാണ്? നിസായിക്കും, നിങ്ങൾക്കുള്ള ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് എന്നാണ് മുത്തായ റസൂൽ പറഞ്ഞത്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇല്ലാ കരീം, കരീമല്ലാതെ മാ അക്രമൻ നിസാ ഇല്ലാ കരീം, മാന്യനല്ലാതെ സ്ത്രീകളോടും മാന്യത പുലർത്തുകയില്ല. മാന്യൻ മാത്രം അത്തരമുള്ള കാര്യം ചെയ്യുകയുള്ളൂ. അതേപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല അലീം, അലീമായ മനുഷ്യൻ, നിന്ദ്യനായവൻ, അവൻ മാത്രമേ വളരെ ഭാര്യയെ അവഹേളിച്ച് ഭാര്യമാരോട് സംസാരിക്കുകയുള്ളൂ എന്നാണ്. ഭാര്യയുടെ ഹത്താ ലുക്കുമത്തുൻ തർഫു അഹ, ഭാര്യമാരുടെ വായിൽ വെക്കുന്ന അവരോടുള്ള ഭക്ഷണക്ക് പോലും സ്വതക്കയുടെ പുണ്യമുണ്ട് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ദീൻ അവരെ ബഹുമാനിക്കൽ, അവരെ ആദരിക്കൽ വലിയ പുണ്യമുണ്ട് എന്നാണ് പറയുന്നത്. എത്രയോ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ആരാണ് ഭാര്യമാർ, അവരുടെ മഹത്വം എന്താണ്, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്. അതൊന്നും കേൾക്കാതെ അദ്ദേഹം ആ മനുഷ്യൻ നൽകുന്ന ആ മനുഷ്യനൊരു യൂട്യൂബ് ചാനലുണ്ട്, ഫസൽ കാരാട്ട് എന്ന് പറയുന്ന മനുഷ്യൻ, മുസ്ലിമാണ്. ഫസൽ കാരാട്ട് എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന ഓരോ വീഡിയോകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതും സംസാരിക്കുന്ന രീതി കാണുന്നുണ്ടല്ലോ, കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത ദേഷ്യം വരുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ. അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസിം ഉസ്താദിൻ്റെ മറ്റൊരു പ്രസംഗം എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നാം കേൾക്കണം. ആരാണ് ഭാര്യമാർ, ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചും ഉസ്താദ് അവരുകൾ വളരെ വിശാലമായി പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കേട്ട് അതിനെ ചെറിയ കട്ട് ചെയ്ത് വളരെ മോശമായ രീതിയിൽ അവതരിപ്പിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടത്, നടപടിയെടുക്കേണ്ടത് ഉസ്താദിനല്ല, ഇവനിക്കെതിരെയാണ്. അദ്ദേഹം ഇട്ട വീഡിയോക്ക് താഴെ ഒരുപാട് കമൻറ്റുകളുണ്ട്. വളരെ മോശമായി തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. സിറാജുദ്ദീൻ കാസിം ഉസ്താദിനെ കുറിച്ച്, സിറാജുദ്ദീൻ കാസിം ഉസ്താദിന് ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പുകഴ്ത്തി പറയുന്നുണ്ട്.
ഒരാൾ പറയുന്നുണ്ട് ഇവനിക്കെതിരെ കേസെടുക്കണമെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണമെന്ന്. അത് ആ വീഡിയോ ഇട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും 3K ലൈക്കാണ് ആ ഒരു കമൻറ്റിലേക്ക് വീണിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം ദേഷ്യമുണ്ട് അവൻ്റെ വാക്കിൽ നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രഭാഷണം അത് കേൾക്കാം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ വലാ തദ്രിബിൽ വജ്ഹാ, നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്ത് നിങ്ങൾ അടിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്ന സ്വഹാബാ വലാ തദ്രിബിൽ വജ്ഹാ, നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നിങ്ങൾ അടിക്കല്ലേ. വലാ തുകബ്ബിഹു, നിങ്ങൾ അവളെ ചീത്ത വിളിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല എന്ന് നബിഗിന റസൂലുള്ളാഹി. എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറയുമ്പോ? ഇഷ്ടപ്പെടുന്നില്ലേ? നിർത്തണോ? പറയണോ? നിർത്തണോ? പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. ഉസ്താദ് വാക്യം കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവർ. അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് അടിക്കാന്നല്ല, ബാക്കിയുള്ള സ്ഥലത്ത് അടിക്കാമെന്നല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയെ തല്ലാൻ പാടില്ല, പ്രത്യേകിച്ച് മുഖത്തടിക്കാൻ പാടില്ല. നമ്മൾ അടിച്ച അവിടെ മാത്രമേ അടിക്കത്തുള്ളൂ. മുഖം ഇവിടെ അടിക്കുന്നതിന് എന്താ പറയാ? നീ എന്തോടെ പറയാൻ പേടി? ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ എന്താ പറയുന്നത്, ചിലപ്പോൾ ഈ ഭാഷയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുമല്ലോ. മുഖം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. എന്ത് വന്നാലും ആദ്യം അടിക്കണത് ഇവിടെ. നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നിങ്ങൾ തല്ലാൻ പാടില്ല, രണ്ട് ചീത്ത വിളിക്കരുത്. അല്ലാഹു അലം, ഡിക്ഷണറി പോലും അതിന്റെ അർത്ഥം കാണൂല അങ്ങനത്തെ പള്ള വിളിക്കണ ഭാര്യയെ അല്ലേ. പട്ടി, പന്നി, മറ്റേ വാപ്പ എന്തൊക്കെയാ വിളിക്കണില്ല. അല്ലാഹു അലം. ചങ്ങായിമാരെ, നിന്നെ പോലെ അഭിമാനം ഉള്ളത് അവളും, അവക്കും ഓടുന്നത് രക്തമൊക്കെ തന്നെ. പിന്നെ ആ സാധുക്കള് ക്ഷമിക്കുന്നത് അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യയെ ചീത്ത വിളിക്കാൻ പാടില്ല, തല്ലാൻ പാടില്ല. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ തല്ലികെട്ടില്ല. 11 ഭാര്യമാരുമായി ജീവിച്ച പ്രവാചകൻ ഒരിക്കൽ പോലും ഒരു സാഹചര്യത്തിലും തന്റെ ഭാര്യമാരെ തല്ലികെട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഏത് സാഹചര്യമാകട്ടെ, ഒരിക്കൽ പ്രവാചകനും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും തമ്മിൽ പിണങ്ങി. രണ്ടുപേരും വല്ലാത്ത, ആയിഷ ബീബി നല്ല ദേഷ്യത്തില. ആയിഷ ബീബി റളിയല്ലാഹു തആല കലി തുള്ളി നിൽക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങളാ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ആള്? റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുക, നിങ്ങളാ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ആള്? ആ ചോദ്യം അടികൊള്ളേണ്ട ചോദ്യമാ. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സാഹചര്യത്തിലും തല്ലിയില്ല. അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞത് എന്തെന്നറിയുമോ? ആയിഷ, നിനക്ക് എന്നോട് സ്നേഹമുള്ളത് എപ്പോഴാ, എന്നോട് ദേഷ്യമുള്ളത് എപ്പോഴാ? എനിക്കറിയാം ആയിഷ, നീ എപ്പോഴാണ് എന്നോട് സ്നേഹമുള്ളത്, എപ്പോഴാണ് എന്നോട് സ്നേഹമില്ലാത്തത്, എനിക്കറിയാം. അപ്പൊ ഉടനെ ചോദിച്ചു, നബി എങ്ങനെ അറിയാൻ? അതാ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യ പെട്ടെന്ന്, പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതുകൊണ്ട് ഭർത്താക്കന്മാര് മനസ്സിലാക്കേണ്ടത്, ഭാര്യമാര് ദേഷ്യത്തിലാണെന്ന് മനസ്സിലായ ഭർത്താക്കന്മാര് മിണ്ടാതിരിക്കണമെന്ന് മഹാന്മാര് പറയുന്നു. ഭാര്യ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായ